ഇവിടെ ഹീറോ ജയിലിൽ അവന്റെ സെല്ല് ക്ലീൻ ചെയ്യായിരിക്കും. ആ സമയത്ത് അവിടെയുള്ള ടൈൽസിനടിയിലൂടെ കുറച്ച് മണ്ണ് വെളിയിലേക്ക് വരുന്ന ഹീറോ നോട്ട് ചെയ്യാണ്. ഇവന്റെ കയ്യിലുള്ള ഈ ക്ലേച്ചറിലൂടെ വരയ്ക്കുന്ന സമയത്താണെങ്കിൽ കൂടുതൽ മണ്ണ് വെളിയിലേക്ക് വരുന്നുണ്ടാവും. ആ ടൈല് തട്ടി നോക്കിയാലും അത്രയ്ക്ക് സ്ട്രോങ് ഒന്നും ആയിരിക്കില്ല. സോ ആരെങ്കിലും വരുന്നുണ്ടെന്ന് നോക്കിയിട്ട് ടൈൽ ഇളക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഇവന് ഫുഡ് കഴിക്കാനായിട്ട് പോകുമ്പോൾ അവിടെ ആരും കാണാൻ സമയം നോക്കി കത്തി എടുത്ത് വെക്കും. എന്നിട്ട് രാത്രി എല്ലാവരും മുറിയ ശേഷം ആ കത്തി യൂസ് ചെയ്ത് മെല്ലെ മെല്ലെ ടൈൽസ് ഇളക്കാൻ തുടങ്ങുകയാണ്. അവസാനം ആ ടൈൽസിന് മാത്രം അഴിച്ചു മാറ്റുന്ന രീതിയിലാക്കുകയാണ്. ആ ടൈൽസിന്റെ അടിയിലൂടെ കുഴിക്കാൻ തുടങ്ങിയാൽ അവിടെ രക്ഷപ്പെടാൻ വിചാരിച്ച് ഓരോ ദിവസം കുറച്ച് കുഴിക്കാൻ തുടങ്ങുകയാണ്. അതിൽ നിന്ന് വരുന്ന മണ്ണിനെയാണെങ്കിൽ പാനിന്റെ അടിയിൽ കെട്ടിച്ച് ആരും കാണാൻ സമയം നോക്കി വെളിയിൽ കൊണ്ടിടും. പക്ഷെ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഹീറോന്റെ സെല്ലിലേക്കാണെങ്കിൽ പുതിയൊരു തന്നെ കൊണ്ടുവിടുകയാണ്. അവനുള്ളതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് കുഴി തോണ്ടാനും പറ്റുന്നുണ്ടാവില്ല. സോ അവൻ എങ്ങനെയും കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെല്ലെ മെല്ലെ ഫ്രണ്ട് ആക്കാൻ നോക്കും. ഒരു ഘട്ടത്തിൽ ഹീറോ വിചാരിച്ച പോലെ അവൻ എന്നോട് ക്ലോസ് ഫ്രണ്ട് ആവുകയാണ്. ജയിലിൽ എവിടെ പോയാലും അവർ ഒരുമിച്ചായിരിക്കും ഉണ്ടാവുക. ഹീറോ എന്ത് പറഞ്ഞാലും അവൻ ചെയ്യുന്നുണ്ടാവും. ഒരു ദിവസം ഇനി ഉറങ്ങുന്ന സമയത്ത് ഹീറോ ആ കുഴി തോണ്ടാണ്. പക്ഷെ ആ സമയത്ത് അവൻ അത് കാണുകയാണ്. എന്നാൽ ഹീറോ വിചാരിച്ച പോലെ അവൻ ഇവനെ ഹെൽപ്പ് ചെയ്യാന്ന് പറയാണ്. പക്ഷെ അവനെ രക്ഷപ്പെടുത്തുന്നത് പറയാണ്. അങ്ങനെ രാത്രിയാകും രണ്ടാളും ചേർന്ന കുഴി കുഴിക്കാൻ തുടങ്ങാൻ അവസാനം ട്രെയിനിച്ച് വൈബിലേക്ക് ഒതുക്കും. എന്നിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള കറക്റ്റ് സമയം നോക്കി രണ്ടാളും കാത്തിരിക്കുകയാണ്. ഒരു ദിവസം ജയിലിലാണെങ്കിൽ ഒരു പരിപാടി ഓർഗനൈസ് ചെയ്യും. ബാക്കിയുള്ള എല്ലാവരും പരിപാടി നോക്കിക്കൊണ്ടിരിക്കും. ഹീറോ അവൻ ഫ്രണ്ട് മാർക്ക് ഒരു സെല്ലിലേക്ക് വരും. എന്നിട്ട് അവർ കുഴിച്ച് വെച്ച് കുഴി യൂസ് ചെയ്ത് ട്രെയിനിച്ച് പൈപ്പിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടും പോകും. ആൻഡ് ഈ വീഡിയോയിലേക്ക് ഞാൻ സബ്സ്ക്രൈബ് വെക്കുക.